ഹലോ ഗൈസ്, ഈ പ്രാവശ്യത്തെ വിഷു എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണിത്. നമ്മൾ പോയത് തളിപ്പറമ്പിലുള്ള സൂര്യ സിൽക്സിലായിരുന്നു. ഇത് പുതിയതായിട്ട് വന്നൊരു ഷോപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരുള്ള സൂര്യയിലൊക്കെ നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. വിഷു ആയതുകൊണ്ട് തന്നെ അവർ നല്ലൊരു അടിപൊളി കണിയും പിന്നെ ഒരു കണ്ണനെയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ കയറി പോകുമ്പം തന്നെയുള്ളടത്ത് നല്ല അടിപൊളി കളക്ഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോയത്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഉടനെ ഞാനും കുട്ടികളും ഒരു സൈഡിലേക്കും വലിയ ആളെല്ലാം വേറെ സൈഡിലേക്ക് വന്ന് പോയിട്ട് ഡ്രസ്സ് നോക്കാൻ തുടങ്ങിയത്. ഞാൻ വേഗത്തിൽ സാരീൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടുന്ന് കുറേ സാരിയൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കണ്ണാടി കണ്ടാൽ നമ്മൾ വിടൂല ഗായ്സ്. പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോ എടുത്ത്. തളിപ്പറമ്പ് ഭാഗത്തുള്ള ആരെങ്കിലും സൂര്യയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാരിയാണ് വേണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. കോട്ടൺ ഉണ്ട്, റയോൺ മെറ്റീരിയൽ, അങ്ങനെ എന്തെല്ലോ മെറ്റീരിയൽ ഉണ്ട്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ ഒരുപാടുണ്ട്. ഈ വീഡിയോയിൽ കാണുമ്പം കുറച്ച് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കളക്ഷൻ സാരീസിലുണ്ട്. പിന്നെ സെറ്റ് സാരി ആണെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ പലതരത്തിലുള്ള ബോർഡേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ സെറ്റ് മുണ്ടുണ്ട്, ഡബിളിൽ വരുന്നതും സിംഗിളിൽ വരുന്ന, അങ്ങനെ പലതരത്തിലുണ്ട്. അനക്കൊറ്റയ്ക്ക് സാരി ഒന്നും ഇടാൻ അറിയില്ല, പക്ഷെ എന്നാലും സാരി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടണമെന്ന് തോന്നും, അങ്ങനെ വാങ്ങും, പക്ഷെ ഇടാൻ അറിയില്ല. അത് അങ്ങനെ തന്നെ അവിടെ വെക്കും. എനിക്ക് സാരി ഇടണമെങ്കിൽ എൻ്റെ ഏച്ചി തന്നെ ഇട്ട് തരണം, എന്നാലേ എനിക്കൊരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. വേറെ ആരിട്ടാലും എനിക്ക് ഓക്കെ ആവില്ല. അങ്ങനെ പിന്നെ കുറച്ച് ഞാനിങ്ങനെ ധാവണിയൊക്കെ ട്രൈ ചെയ്ത്. തിരക്ക് എന്നെല്ലാം പറഞ്ഞാലുണ്ട്, ഒന്നൊന്നര തിരക്കാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് 2-3 സാധനങ്ങൾ കിട്ടിയപ്പോൾ അതെടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ട് പിന്നെ അടുത്ത സാരി നോക്കാൻ വേണ്ടി പോയി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്നല്ല, പൊതുവേ എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, പിങ്കിൻ്റെയും ഈ ഒരു ബ്ലാക്കിൻ്റെയും കോമ്പിനേഷൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാരി എടുത്ത്, ഇത് ആക്ച്വലി ഈ സാരി എടുത്തത് എൻ്റെ അമ്മക്കാണ്. ഏടെ പോയിക്കഴിഞ്ഞാൽ കുട്ടികളെ കുപ്പായം എന്നെല്ലാം പറഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു വീക്ക്നെസ് പോലെയാണ്. പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോയി എന്ത് രസമാണെന്ന് അറിയാം. കുട്ടികളെ കുപ്പായെല്ലാം കാണാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് പോലത്തെ സംഭവങ്ങളുണ്ട്. അങ്ങനെ എന്തെല്ലോ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. ഇപ്പം ഞാനുള്ള ജെൻസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ആദ്യം അടിപൊളി കുർത്ത ഉണ്ട്, പിന്നെ എന്തെല്ലോ ടൈപ്പ് ഓഫ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കൂട്ടത്തിൽ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നെടുത്ത് നോക്കുകയാണ്. ജെൻസിൻ്റെ സെക്ഷൻ ആണെങ്കിലും ലേഡീസിന് വേണ്ടി സാരിയുള്ള സെക്ഷനും അടിപൊളിയായിരുന്നു. ഭയങ്കര കളർ കോമ്പിനേഷനും ഒരുപാട് ടൈപ്പിലും വെറൈറ്റിയിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ കുർത്തി സെക്ഷനിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ബില്ലിംഗ് ആണ്. ബില്ലിങ്ങിൻ്റെ അടുത്ത് വലിയ ക്യൂ, നിൽക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടും കാലുവേദന ഉള്ളതുകൊണ്ടും ഞാൻ കിട്ടിയ സ്ഥലത്തേക്ക് നേരെ കയറിയിരുന്ന് ഞാനും പിന്നെ ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങി. പിന്നെ വേറെ എന്താ, നമുക്ക് വീഡിയോ എടുക്കലാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യം. പിന്നെ ഇരുന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി. അനക്കൊന്നൊരു 4 മണിക്കൂറിന് മേലെ നമ്മളതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അടിപൊളിയായിരുന്നു. റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഫോർഡബിൾ ആണ്, ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇരുട്ടായതിന് ശേഷം നമ്മൾ നേരെ പുറത്തിറങ്ങി. നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ഇനിയും കുറേ ബാക്കിയുണ്ട്. ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ലവ് യു.